മോഷ്ടാവിന് മോഷണത്തിലെ വൈദഗ്ധ്യം മാത്രം പോരാ. മോഷണം മുതൽ എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാകണം. അത്തരമൊരു സംഭവമാണ് ആലുവ തോട്ടുമുഖത്ത് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരു മോഷ്ടാവ് ഒരു പച്ചക്കറി കടയിൽ കയറുന്നു. അവിടെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. പണമുണ്ടാകും, അതോടൊപ്പം തന്നെ പച്ചക്കറി സാധനങ്ങളും ഉണ്ടാകും. എന്നാൽ ഇതിൽ എന്ത് മോഷ്ടിക്കണം എന്ന് സാധാരണഗതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പണത്തേക്കാൾ വിലയുള്ള മറ്റെന്തുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ മോഷ്ടാവ് ഉണ്ടാകണം. അങ്ങനെ തിരിച്ചറിവുണ്ടായ ഒരു മോഷ്ടാവ് നടത്തിയ മോഷണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ആലുവ തോട്ടുമുഖത്തെ ഷാ വെജിറ്റബിൾസ്. എന്തായിരുന്നു നടന്നത് ഇന്നലെ? ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കടയുടെ ബാക്ക് സൈഡിൽ ഒരു ഹോളുണ്ടാക്കിയിട്ട് അതിൽ കയറാൻ നോക്കി. കാരണം തറ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ അത് പരാജയപ്പെട്ടു. തിരിച്ച് കള്ളം വന്ന് പാറ കൊണ്ടുവന്ന് ഷട്ടർ തെക്കിയിട്ട് പൊക്കാൻ നോക്കിയപ്പോൾ കമ്പി വളഞ്ഞു. അതും പരാജയപ്പെട്ടപ്പോൾ ലോക്ക് തല്ലിപ്പൊളിച്ച് കള്ളനകത്ത് കിടക്കുകയും ചെയ്തു. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട് വെക്കുന്നത് വെളിച്ചെണ്ണയാണ്. കാരണം ഞങ്ങളൊരു 3 കേസോളം ശനി ഞായറായ കാരണം എടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 4 വെളിച്ചെണ്ണയാണ് ഇവിടെ ആകെ ഇരുന്ന് കിട്ടിയത്. വെളിച്ചെണ്ണ ഇതാ ഇവിടെയാണ് വെക്കുന്നത്. ഇപ്പോൾ അരയുടെ ഒന്ന് കുറവായിരുന്നു, 1 വെളിച്ചെണ്ണയായിരുന്നു കൂടുതൽ ഉണ്ടായത്. ഇന്ന് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് കേസ് ആപ്പിൾ ഉണ്ട്, നല്ല കൂടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആപ്പിള്. പിന്നെ ബ്ലൂബെറി ഉണ്ട്. വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? വെളിച്ചെണ്ണ 540 രൂപ റീറ്റെയിൽ വില തന്നെ ഇപ്പോൾ. 540 എത്ര കൂട്ടി കഴിഞ്ഞാൽ തന്നെ 15,000 രൂപയുടെ മുകളിൽ വില വന്നിട്ടുണ്ട്. അതാണ് ഒരു തിരിച്ചറിവുള്ള കള്ളൻ എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ പണപ്പെട്ടി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റു ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് വെളിച്ചെണ്ണയാണെന്ന് ആ കള്ളൻ തിരിച്ചറിഞ്ഞു. പണം മാത്രമായിട്ട് നോക്കിയാൽ പോലെ ഒരു 10 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാനുള്ള കാശില്ല. ഇല്ല വെളിച്ചെണ്ണ. പിന്നെ പാല് കൊണ്ടുപോയായിരുന്നു. പിന്നെ ചെറുത് പാല് പിന്നെ 10 പോയാൽ 250 രൂപ വരും, 28 രൂപ വെച്ച്. പിന്നെ വെളിച്ചെണ്ണ പോയാലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വീട്ടിലേക്ക് വെളിച്ചെണ്ണ മേടിക്കുന്ന കള്ളനാണ് ഇവിടെ മോഷണം നടത്തിയത്. വെളിച്ചെണ്ണ ഭദ്രമായിട്ട് പൂട്ടിക്കെട്ടി വെക്കുക എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ കള്ളന്മാർ വന്ന് പണം എടുക്കില്ല, വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോകും. മനോജ് മാളശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ആലുവ.